ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൈറൽ ഫേഷ്യൽ ട്രൈ ഓൺ വീഡിയോ ആണ്. നമ്മുടെ നില ലൈഫ് സ്റ്റൈൽ മലയാളം റോഷ്നി ചേച്ചിയുടെ ഒരു ഫേഷ്യലാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണത്. അതിന് 6 ലക്ഷം വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഡയമണ്ട് ഫേഷ്യൽ വീഡിയോ ഉണ്ട്. ഡയമണ്ട് ഫേഷ്യൽ എങ്ങനെ വീഡിയോ ചെയ്യാം, അതാണ് ആ വീഡിയോ. അപ്പോൾ ഞാൻ അതിൽ കമൻറ്റ് നോക്കിയപ്പോൾ ഭയങ്കര പോസിറ്റീവ് റിസൾട്ട്സ് ആയിരുന്നു എല്ലാവർക്കും കിട്ടിയിരുന്നത്. എല്ലാവർക്കും ഭയങ്കര റിസൾട്ട് കിട്ടിയെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് ഇത്രയും ഭയങ്കര റിസൾട്ട് കിട്ടുമെന്നൊന്നും എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, എനിക്ക് ഭയങ്കര റിസൾട്ടാണ് കിട്ടിയത്. ഷോക്കിംഗ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. നല്ല അടിപൊളി ഫേഷ്യലായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്ന് കണ്ടിട്ട് പോയോ. വളരെ ഈസിയാണ്. പിന്നെ അതേപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. വേറെ പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വായോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ ഡയമണ്ട് ഫേഷ്യൽ ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. തരി ഇല്ലാത്ത അരിപ്പൊടി എടുക്കുക. പുട്ടുപൊടിയൊന്നും എടുക്കരുത്. ഈ തരി ഇല്ലാത്ത അപ്പത്തിൻ്റെയൊക്കെ പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടി എടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് വെള്ളത്തിലിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. ഈ കട്ടയൊക്കെ കളഞ്ഞ് മിക്സ് ചെയ്യുക. ഇതിൽ ഈ വെള്ളത്തിന് പകരം പാല് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പക്ഷേ ഇവിടെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പാലായാലും യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ നല്ലോണം കട്ട കളഞ്ഞിട്ട് നല്ലോണം ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചൂടാക്കി കുറുക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രീം ടെക്സ്ചറിൽ കിട്ടണം കേട്ടോ. ഇങ്ങനെ ഒരുപാട് കട്ടയായി പോവരുത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ക്രീമി ടെക്സ്ചറിൽ എടുക്കാം. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഈ ഫേഷ്യൽ ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് ക്ലെൻസിങ് ആണ്. ഫേസ് ഒന്ന് വൃത്തിയാക്കണയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടത് ഈ നമ്മളിപ്പോൾ ഈ കുറുക്കിയെടുത്തതാണ് ഈ മിക്സ്ചറിൽ നിന്ന് ഒരു ടീസ്പൂൺ, ഞാനൊരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ആയാലും മതി. അത്രയും കുറുക്കെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പാലൊഴിച്ച് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട്, പാലല്ലെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ തൈരോ ഏത് വേണേലും യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഞാനിവിടെ പാലാണ് ഒഴിച്ച് കൊടുത്തതാണ്. പാലൊഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് എനിക്ക് വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ നേരത്തെ എനിക്ക് ഇങ്ങനെ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടേ പെട്ടെന്ന് ഓയിൽനെസ് പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നാരങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓയിൽനെസ് പോലെ തോന്നുകയാണെങ്കിൽ നാരങ്ങ ആഡ് ചെയ്തോളാൻ ആ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാരങ്ങ ആഡ് ചെയ്തത്. എന്നിട്ട് ഞാൻ നാരങ്ങ ആഡ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് ഫേസ് നല്ലോണം ഫേസ് വാഷ് ഇട്ട് നല്ലോണം ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. ഫേസ് നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ടാവണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്തിട്ട് മുഖം നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലത്തും നല്ലോണം മസാജ് ചെയ്ത് നല്ലോണം ഒരു 1-2 മിനിറ്റ് നേരം നല്ലോണം മസാജ് ചെയ്യുക കേട്ടോ. കഴുത്ത് മറക്കരുത്. കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക. എന്തിട്ടാലും കഴുത്തിലും ഇടാൻ നോക്കുക കേട്ടോ. എന്നിട്ട് കഴുത്തിലും കൂടി ഇട്ടിട്ട് നല്ലോണം തന്നെ മസാജ് ചെയ്തിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പം കണ്ടോ, ഞാനൊരു 5 മിനിറ്റ് നേരം പിന്നെ വെച്ചായിരുന്നു കേട്ടോ. വെച്ചിട്ടാണ് കഴുകിക്കളയണത്. കണ്ടോ, 5 മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായി. എന്നിട്ട് കഴുകിക്കളയാം. ഇനി അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്ക്രബാണ് കേട്ടോ. ഒരു സ്കിൻ വൈറ്റനിങ് സ്ക്രബാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ആ മിക്സ് ഉണ്ടല്ലോ, ആ കുറുക്കിയെടുത്ത മിക്സ്, ആ അരിപ്പൊടിയുടെ മിക്സ് ഞാൻ കുറച്ച് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മറ്റേ എന്താണ് പഞ്ചസാരയില്ലേ, പഞ്ചസാര പൊടിച്ചാണ് എടുത്തേക്കുന്നത്. പഞ്ചസാര പൊടിക്കണമെന്നൊന്നുമില്ല. എനിക്ക് സ്ക്രബിങ് എഫക്റ്റ് അധികം വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര പൊടിച്ചത്. അല്ലെങ്കിൽ പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഭയങ്കര വലിയ ഗ്രാനുൾസ് ആണെങ്കിൽ മാത്രം പൊടിച്ചാൽ മതി. അതും ഫൈൻ പൗഡറായിട്ട് പൊടിക്കരുത്. ചെറിയൊരു തരി ഉണ്ടാവണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേനാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. തേനും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്ക്രബ്ബർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ്, നല്ലൊരു ഇത് ഇടുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ വരണ പോലെ നമുക്ക് ഫീൽ ചെയ്യല്ല എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. നല്ലോണം സ്കിൻ ലൈറ്റൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള സ്ക്രബ് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ മുഖത്ത് കുറച്ചൊരു നനവ് ഉണ്ടാവണം കേട്ടോ. ചെറിയൊരു നനവിൽ വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യാം. മൂക്കിൻ്റെ സൈഡിൽ, പിന്നെ ചിന്ന ഏരിയ, പിന്നെ നെറ്റിയുടെ ഭാഗമൊക്കെ നല്ലോണം സ്ക്രബ് ചെയ്യാം കേട്ടോ. എന്നാലാണ് ആ ടാൻ ആയിട്ട് ഇരിക്കുന്ന ഏരിയാസിലൊക്കെ നല്ലോണം സ്ക്രബ് ചെയ്താലാണ് നല്ലോണം സ്കിൻ ബ്രൈറ്റൻ ആവുള്ളൂ. പിന്നെ ഡെഡ് സ്കിന്നൊക്കെ നല്ലോണം മാറുള്ളൂ. പിന്നെ അതേപോലെ
അതേപോലെ കഴുത്തിലും അപ്ലൈ ചെയ്തിട്ട് നല്ലോണം മസാജ് ചെയ്യുക. പിന്നെ പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ ഒരുപാട് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം, പിമ്പിൾസ് കുറേ ഉള്ളവരാണെങ്കിൽ. പിന്നെ 1-2 പിമ്പിൾസ് ഉള്ളെങ്കിൽ ആ ഭാഗം മാറ്റിയിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പതിയാണ് മസാജ് ചെയ്യണം, പതിയെ നമ്മൾ മസാജ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നല്ലോണം ഒരു 5 മിനിറ്റ് നേരം തന്നെ മസാജ് ചെയ്തിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ്. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നല്ലോണം സ്കിൻ ബ്രൈറ്റൻ ആവും കേട്ടോ. കണ്ടില്ലേ, നല്ല ലൈറ്റൻ ആയിട്ടുണ്ട് സ്കിൻ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളൊരു മസാജിങ് ക്രീമാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അലോവേര ജെല്ലാണ് കേട്ടോ. ഫ്രഷ് അലോവേര എടുത്താൽ മതി എന്നാണ് അവിടെ പറയുന്നത് ആ വീഡിയോയിൽ. അല്ലെങ്കിൽ നമുക്ക് സാധാ ഈ അലോവേര ജെല്ലുണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതായാലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ആ മിക്സ് ഉണ്ടല്ലോ, കുറുക്കിയെടുത്ത മിക്സ് ഇട്ടിട്ടുണ്ട്. വളരെ കുറച്ച് മതി കേട്ടോ, നമ്മൾ ചെറിയൊരു ക്രീമാണല്ലോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കുറച്ചെടുത്തിട്ടുള്ളൂ. എന്നിട്ട് ദേ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. നമുക്കിനി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലൊരു മസാജിങ് എഫക്റ്റ് കിട്ടാനായിട്ടാണ്. നല്ലൊരു തരിയോ ഒന്നും ഇല്ലല്ലോ, ഭയങ്കര ക്രീമായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് നല്ലോണം അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, മുഖം നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ മസാജ് ചെയ്യുമ്പോൾ തന്നെ മുഖം ഭയങ്കരമായിട്ട് പിങ്കിഷ് ആയിട്ടിരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് നിറം വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം സ്കിൻ വൈറ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം മസാജ് ചെയ്യുക, മസാജ് ചെയ്ത് കൊടുക്കുക. കഴുത്തിലും മുഖത്തൊക്കെ നല്ലോണം മസാജ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ്. അതിനെടുത്തിരിക്കുന്നത് ഞാൻ ബാക്കിയുള്ള മിക്സ് ഉണ്ടല്ലോ, ആ മിക്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാനിവിടെ മറ്റേ തക്കാളി അരച്ചത് ഇടാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ തക്കാളി ഞാൻ ഒരു തക്കാളി മൊത്തം ഞാൻ അരച്ചിട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക. വേറെ സംഭവങ്ങളൊന്നും വേണ്ട, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഇത്രയും മാത്രം മതി. ഭയങ്കരമായിട്ട് ഗ്ലോ ഉണ്ടാവും, ഭയങ്കരമായിട്ട് സ്കിൻ വൈറ്റൻ ആവും എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാം. കണ്ടില്ലേ, എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഇനിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ലോണം സ്കിൻ സോഫ്റ്റിനായിട്ടുണ്ട്, നല്ലോണം ഗ്ലോ ആയിട്ടുണ്ട്, സ്കിൻ നല്ലോണം വൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്കിനി മുഖത്തും കഴുത്തിലും നല്ലോണം അപ്ലൈ ചെയ്യാം. ഇത് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ നേരം വെച്ചാൽ മതിയാവും. ഒരു സെമി ഡ്രൈ ആകുമ്പോഴേക്കും നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. കണ്ടില്ലേ, എൻ്റെ ഒരു സെമി ഡ്രൈ ആയിട്ടുണ്ട്, ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയിട്ടില്ല. എന്നിട്ട് നമുക്കിനി ഇത് കഴുകിക്കളയാവുന്നതാണ്. ഇതങ്ങോട്ട് കഴുകിക്കളഞ്ഞപ്പോൾ ഗൈസ് ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര റിസൾട്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നല്ല റിസൾട്ടായിരുന്നു. നല്ലൊരു പിങ്കിഷ് ഗ്ലോ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു മുഖം ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുമന്നിരുന്നിട്ടുണ്ടായിരുന്നു. എന്തോ തക്കാളിയുടെ ഇതുണ്ടല്ലോ, അതേപോലെ നല്ലോണം ചുമന്നിട്ടുണ്ടായിരുന്നു. നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഫേഷ്യലാണിത്, നല്ല ഫേഷ്യലാണ്. അതേപോലെ തന്നെ ഞാൻ മറ്റേ റോഷ്നി ചേച്ചിയുടെ തന്നെ ഒരു റാഗി ഫേഷ്യൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട്. കണ്ടില്ലേ, ഇത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല റിസൾട്ട് ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ അടിപൊളി ഫേഷ്യലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു ഫേഷ്യലാണ്. അതും ഭയങ്കര എഫക്റ്റീവായിട്ടൊരു ഫേഷ്യലാണിത്. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നാളെ വല്ല ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി സംഭവമാണ്. ട്രൈ ചെയ്തിട്ടൊന്ന് റിസൾട്ട് ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ. നല്ല ഫേഷ്യലാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം.